കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറുമക്കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമക്കറി. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പൂരിയുടെ ഒപ്പം വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സബോളയും തക്കാളിയും പ്രധാനമായിട്ട് കടലമാവാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി ചൂടായി നിൽക്കുമ്പോൾ നമുക്കിതിലേക്ക് കടുക് വെച്ച് പൊട്ടിക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഉഴുന്ന് സ്വല്പം, ഒരു 2 ടീസ്പൂൺ ഉഴുന്നാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. പൊട്ടിയതിന് ശേഷം നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ പൊട്ടുകടല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളകും വേപ്പിലയാണ്. അപ്പോൾ വറ്റൽമുളക് ഞാൻ 6 എണ്ണം ഇതിലേക്ക് എടുക്കുന്നുണ്ട്. പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേപ്പില 2 തണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉരിഞ്ഞിടാണ്. ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. കൂട്ടിയിടരുത്. അപ്പോൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, സബോള 6 എണ്ണം, തക്കാളി 2 എണ്ണം, പച്ചമുളക് 6 എണ്ണോ 7 എണ്ണോ ഉപയോഗിക്കാം. പിന്നെ ഒരു വിരലിൻ്റെ സൈസിലുള്ള ഇഞ്ചി. അപ്പോൾ ഇഞ്ചി ഞാൻ നന്നായി ചതച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചീഞ്ചട്ടിയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വാടി കിട്ടട്ടെ. അത് കഴിഞ്ഞ് തീ ഒന്ന് കൂട്ടിയിടണം. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് സബോള 6 സബോളയാണ് ഞാൻ കുനുകുനാന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് 6 സബോള. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് മൊത്തം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇതിന് അളവിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കട്ടകളൊക്കെ മുകളിൽ വന്ന് നിൽക്കും. അപ്പോൾ നന്നായിട്ട് നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കണം, അലിയിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ സബോളയും ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കടലമാവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളമോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾ വീഡിയോയിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.